ഇനി ഒരു വീഡിയോ കാണുക. ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾ മുപ്പര വീട് ഇങ്ങനെ ഈ നമ്മൾ പഴയ സാധനമൊക്കെ ഇങ്ങനെ തരുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കളയാനോ എടുത്തേക്കാനോ ഒക്കെ തരുമല്ലോ. അപ്പം അങ്ങനെ തരുമ്പോൾ മുപ്പരുടെ മുത്തശ്ശിയുടെ പാസ്പോർട്ട് കിട്ടി. അപ്പോൾ പാസ്പോർട്ട് കിട്ടിയതിന് ശേഷം മുപ്പര അത്ഭുതം തോന്നിയിട്ട് അത് വീഡിയോ എടുത്തിട്ട് മുപ്പര സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ലോകത്തെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ആ വീഡിയോ കാണുക, നിങ്ങൾക്ക് കണ്ട കാര്യം മനസ്സിലാവും. എല്ലാത്തിനും ഞാൻ പറഞ്ഞുതരാം. I can argue with your mama, but it was always Palestine. It will always be Palestine. Hey, looking at a bunch of old pics, and I stumbled on my grandmother's passport. Look at that. How beautiful, mashallah. May God rest her soul. So right, Virginia right there. July 5th, 1932. This passport was issued at the American Consulate General, Jerusalem, Palestine. The capital, Jerusalem. The country name is Palestine. See that? Yes, sir. I can argue with your mama, but it was always Palestine. It will always be Palestine. Hey, looking at a bunch of old pics, and I stumbled on my grandmother's passport. അയാളുടെ മുത്തശ്ശിയുടെ പാസ്പോർട്ട് അമേരിക്കക്കാരനാണ്. അത് ആ മുത്തശ്ശി മുമ്പ് ഇങ്ങനെ പല രാജ്യത്തും സഞ്ചരിക്കുമ്പോൾ ജെറുസലേമിൽ വന്നിട്ട് എക്സ്പയർ ആയ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത്. അപ്പോൾ അവിടെ ജെറുസലേമിൽ അവരുടെ അമേരിക്കൻ എംബസി ഉണ്ട് ജെറുസലേമിൽ. അന്ന് 1932 ഇതാണ്. 1932 അവിടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തു ഈ അമേരിക്കൻ സ്ത്രീക്ക്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? ദിസ് പാസ്പോർട്ട് വാസ് ഇഷ്യൂഡ് ഫ്രം ജെറൂസലേം, പാലസ്തൈൻ. അപ്പോൾ ഇസ്രായേൽ എവിടെ പോയി? ഇസ്രായേലാണ് ഉള്ളതെങ്കിൽ അവിടെ ഇസ്രായേലിന് കാണണ്ടേ? കാരണം എംബസി ഒരു രാജ്യത്തല്ലേ ഉണ്ടാവുക? അമേരിക്കൻ എംബസി ഒരു രാജ്യത്താണല്ലോ ഉണ്ടാവുക, അല്ലാതെ എവിടെയെങ്കിലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ രാജ്യം ഏതാണ്? ആ രാജ്യം അവിടെ എഴുതുമല്ലോ, ഇസ്രായേലിന് എഴുതുമല്ലോ, ജെറൂസലേം ഇസ്രായേലിന് എഴുതുമല്ലോ. പക്ഷെ എന്താ എഴുതിക്കുന്നത്? ജെറൂസലേം പാലസ്തീൻ. അന്ന് ജെറൂസലേം തലസ്ഥാനമായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പാലസ്തീൻ പറഞ്ഞ രാജ്യമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ തെളിവ് ഇത്രയും വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. ഇനി ഇത് കാണിച്ചിട്ടില്ലെങ്കിലും ചരിത്രത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല ഇസ്രായേലി തീവ്രവാദികൾ പോലും അംഗീകരിക്കുന്നതാണ് 1948 ഞങ്ങളുടെ ഈ തീവ്രവാദ രാജ്യം ഉണ്ടായതെന്നുള്ള കാര്യം. പക്ഷെ അത് കേരളത്തിലെ മാധ്യമങ്ങളും നിരീശ്വരവാദികളും എച്ചിൽ മുസ്ലിങ്ങളും സംഘീയ ക്രിസ്ത്യങ്ങളും സമ്മതിച്ചു തരൂല. കാരണം അവർ സ്വന്തമായിട്ടൊരു ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വ്യാജ രാജ്യമാണ്. 1948 മുന്നേ ഇവരവിടെ ഉണ്ടായിരുന്നില്ല. പാലസ്തീൻ എന്തിന്? 1948 പോലും പാലസ്തീൻ ആയിരുന്നു. അവരുടെ നെഞ്ചത്തോട് കയറി ഇരുന്നിട്ട് കൊന്നതാണ് എല്ലാവരെയും. എന്നിട്ട് പ്രഖ്യാപിച്ചതാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിലർ പറയുന്നത് അല്ലല്ല ഇസ്രായേൽ ഇപ്പം ഇന്നലെ കണ്ടില്ല ഒരുത്തൻ, ഇല്ലല്ല ഇസ്രായേലൊക്കെ മുമ്പേ ഉണ്ട്. ഏത് മുമ്പേ ഉണ്ട്? ഇസ്രായേൽ പറഞ്ഞ രാജ്യം തന്നെ അല്ല, അതൊരാളുടെ പേരാണ്. അപ്പോൾ ഇതാണ് ഇതിനേക്കാൾ വലിയ തെളിവ്. ഇപ്പം ഇതൊക്കെ തന്നെ തെളിവ് അല്ല. ഇപ്പം ഇതൊന്നും മാത്രമല്ല, പഴയ മാപ്പൊക്കെ എടുത്ത് നോക്കിയാൽ മതി, ഇസ്രായേൽ എവിടെയും കാണൂല, പാലസ്തീന്ന് കാണാം. എന്നിട്ട് കുറേ നിരീശ്വരവാദികൾ, അവർക്ക് സംഘീ ഭീകരന്മാരെക്കാളും വിഷപ്പാമ്പാണ് ഇത് നിരീശ്വരവാദികൾ. അവർ വന്നിട്ട് അല്ലല്ല പാലസ്തീൻ തന്നെ ഉണ്ടായിരുന്നില്ല, അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞതല്ലേ. ഏത് ഗ്രന്ഥത്തിൽ? നിരീശ്വരവാദികൾക്ക് എന്ത് ഗ്രന്ഥം? കാട്ടുകോഴിക്ക് എന്ത് ചങ്ക്രാന്തി പറഞ്ഞ പോലെ നിരീശ്വരവാദികൾക്ക് എന്ത് ഗ്രന്ഥമുള്ളത്? എന്നിട്ട് പറയുന്നത് ജൂതന്മാരുടെ ഗ്രന്ഥം. എന്താ ജൂതന്മാരുടെ ഗ്രന്ഥത്തിൽ ഇവർക്ക് വിശ്വാസമുണ്ടോ നിരീശ്വരവാദികൾക്ക്? അവരുടെ ഈ ഗ്രന്ഥം. അപ്പം നാളെ ഞാനൊരു ഗ്രന്ഥം എഴുതിയിട്ട് ഈ ഇന്ത്യയൊക്കെ എൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇറങ്ങി ഓടുമോ? ഈ നിരീശ്വരവാദികളൊക്കെ ഇറങ്ങി ഓടുമോ? അവരുടെ പറച്ചിലിട്ട് അങ്ങനെ തോന്നുക. അപ്പോൾ എന്ത് കണ്ടും കാര്യമില്ല, ഇസ്രായേൽ ഒരു വ്യാജരാജ്യമാണ്. അതിനവിടെ നിൽക്കാനുള്ള അവകാശമില്ല. അവരെ അടിച്ച് പുറത്താക്കണം, അടിച്ചിട്ട് തന്നെ പുറത്താക്കണം. കാരണം എന്താ വെച്ചാൽ അത് പാലസ്തീൻ പറഞ്ഞ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ നെഞ്ചത്ത് കയറി നിന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരനെ. അതാണ് യാഥാർത്ഥ്യം.